പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ പ്രതികൂലങ്ങളുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെ ദൈവസഭ കടന്നുപോയപ്പോൾ ദൈവസഭ തകർന്നു പോകുവാൻ ഇടയാകാതെ, ദൈവസഭയിലെ അംഗങ്ങൾ തകർന്നു പോകുവാൻ ഇടയാകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവം ആമേൻ ആ സഭയ്ക്കെതിരെ പോരാട്ടം ഉയർന്നു വന്നപ്പോൾ അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം ആമേൻ തന്റെ ആത്മാവിനാൽ തന്റെ ജനത്തെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവാത്മാവിന്റെ സാന്നിധ്യത്തിലൂടെ ആമേൻ ദൈവജനം എവിടെയൊക്കെ ചലിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആമേൻ ദൈവസഭ ശക്തിയോടെ വളരുവാൻ ഇടയായിട്ടുണ്ട്. ആമേൻ ദൈവസഭയുടെ അംഗമായി മാറിയ ഞാനും നിങ്ങളും ഇന്ന് പകലും ആയിരുന്നെടുത്ത് നമ്മെ തകർക്കുവാൻ, നമ്മുടെ മേലുള്ള ദൈവിക വിളി അനുസരിച്ച് ചുവടുകൾ വെക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരെ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിലും പതറാതെ കണ്ട് ചുവട് വെക്കുവാൻ തക്കവണ്ണം ഇന്ന് പകലിലും ഉയരത്തിലെ ശക്തി പകർന്ന് ആമേൻ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ, അല്പം വൈകിയെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ അടുത്തു വരുവാൻ സ്വർഗം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ലൈവിൽ ആമേൻ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗം അവിടുന്ന് സഹായിക്കണമേ, അവിടുത്തെ ദിവ്യാത്മാവിനാൽ നിറയ്ക്കണമേ. രാത്രി ഒരുമിച്ച് ആയിരിക്കുന്നത് ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. പാടുവാൻ കൃപ നൽകിയാണ്. ഇന്ന് രാത്രിയിൽ വചനത്തിൽ ആഴങ്ങൾ ഗ്രഹിപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ആദിയോടന്ത പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരുന്ന് ഇന്ന് രാത്രി വലിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം ചെയ്യുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ ക്ഷമിക്കണം. ആമേൻ. ഞങ്ങളുടെ പൊന്നുനാമം മഹിമപ്പെടുവാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് പാടി കരങ്ങൾ തട്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. Hallelujah. Make
കാലം അറിയുന്നു ദൈവമെനിക്കനുകൂലം അത് നന്മ അറിയുന്നു ദൈവമെനിക്കനുകൂലം അത് നന്മ അറിയുന്നു Praise the Lord. Hallelujah. ഹല്ലേലൂയ. എന്തിനെന്ന് ചോദിക്കാതെ ഹല്ലേലൂയ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതെല്ലാം ആമേൻ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ സകലതും നന്മയ്ക്കായി തീർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ചവർ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഇന്ന് രാത്രിയിലും ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി ആരോഗ്യവും ബലവും നൽകി നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ നീയോടെ നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വന്ദന ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിക്കുന്നു. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. വചനചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഹല്ലേലൂയ. തന്നെത്താൻ ആമേൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായി ആമേൻ സ്വയം സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ ഇടയായി തീർന്നത് കൊണ്ട് സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം ആമേൻ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ ഞാൻ എൻ്റെ സമപ്രായത്തിലുള്ളവരോട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട്, എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്, എൻ്റെ ആമേൻ 17-ാമത്തെ വയസ്സ് മുതൽ ആമേൻ ഞാൻ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ആമേൻ വീട്ടിൽ നിന്ന് മാറി ആമേൻ ദൈവിക പാഠശാലയിലായിരുന്നപ്പോൾ ആമേൻ ചിട്ടയോടെ ആമേൻ അടുക്കും ചിട്ടയും ഉള്ള ഒരു ജീവിതത്തിനുടമയായി മാറുവാൻ ഏർലി മോർണിംഗ് ആമേൻ 4:30 ആകുമ്പോൾ ഉണരണം. ആമേൻ 5 മണിക്ക് ചാപ്പൽ സർവീസിൽ പോകണം. ആമേൻ അത് കഴിഞ്ഞ് ആമേൻ ഡ്യൂട്ടി ഉണ്ട്. ആമേൻ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ലാസ്സിലെ ടൈമിൽ കറക്റ്റ് ക്ലാസ്സിൽ കയറണം. പിന്നീട് ഉച്ച കഴിഞ്ഞ് ലൈബ്രറി ടൈം ഉണ്ട്. അതിനുശേഷം ആമേൻ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഹോംവർക്കുകളുണ്ട്. ആമേൻ ഇതിനിടയിൽ പേഴ്സണലായിട്ടുള്ള ആമേൻ കാര്യങ്ങൾ, ആമേൻ അത് ശുചീകരണം, ആമേൻ തുണി വാഷ് ചെയ്യണം, ആമേൻ ഹോംവർക്കുകൾ ചെയ്യണം. അങ്ങനെ വിശ്രമമില്ലാത്ത ആമേൻ 4 വർഷം ആമേൻ ചിട്ടയോടെ ആമേൻ ആയിരിക്കുവാൻ ആമേൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ആമേൻ സെമിനാരിയിൽ അല്ലെങ്കിൽ ബൈബിൾ സ്ഥാപനത്തിൽ പഠിച്ച് ആമേൻ സർട്ടിഫിക്കറ്റ് വാങ്ങി ആമേൻ വെളിയിൽ വരാൻ പറ്റത്തുള്ളൂ. സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് കർത്തൃവേലയിൽ തുടരണമെന്നില്ല. ആമേൻ ഉന്നതമായ വിളിയുള്ളെങ്കിൽ മാത്രമേ, ആ വിളിയിൽ സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്തൃവേലയിൽ ആയിരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി സമ്പാദിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങി ആമേൻ ഒരു പ്രൊഫഷണൽ ജോലി ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല കർത്താവിന്റെ വേല എന്ന് പറയുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിയുള്ളവർ ആഴമേറിയ സമർപ്പണമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. കർത്താവ് ആമേൻ തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയാ പറഞ്ഞത്, ആമേൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ
നിങ്ങൾ പുറപ്പെട്ട് ആമേൻ അതെ എന്നോട് കേട്ടത് ഉപദേശിച്ചും കൊണ്ട് പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് ആമേൻ കർത്താവ് പറഞ്ഞു. ആമേൻ ഞങ്ങൾ പഠിച്ച സ്ഥാപനത്തിൽ ഞങ്ങളോടൊപ്പമായിരുന്ന പലരും അവസാന ഘട്ടം എത്തിയപ്പോൾ, ഗ്രാജുവേഷൻ ടൈം ആയപ്പോൾ പലരും ഇല കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞുപോയി. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കുക എന്ന് പറയുന്നത് ആമേൻ വളരെ സമർപ്പണ ബോധമുള്ളവർക്കേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ സമർപ്പണമില്ലാത്തവർക്ക് കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആയിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആഴമേറിയ സമർപ്പണത്തിന്റെ ജീവിതമാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആഴമേറിയ സമർപ്പണത്തിനുടമയായ ആമേൻ മറിയയ്ക്കാണ് ക്രിസ്തുവിനെ ഉദരത്തിൽ ചുമക്കുവാൻ അതേ ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൃപ ലഭിച്ചവർ ആഴമേറിയ സമർപ്പണത്തിനുടമയായ ലോകത്താർക്കും തടുക്കുവാൻ കഴിയാത്ത ദൈവ പ്രവർത്തിക്ക് നിമിത്തമായി മാറുവാൻ ആ വ്യക്തിയെ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ കാലത്തും തന്നെ ആമേൻ അനുഗമിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ശിഷ്യന്മാരും തന്റെ ചുറ്റുപാടും നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി യേശു കർത്താവ് പറഞ്ഞ വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നാം വായിച്ചു കേട്ടത്. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും. സമസ്ത മേഖലകളിൽ ഇന്ന് നോക്കാമെങ്കിൽ സ്വയം ഉയരുവാൻ വേണ്ടി അതെ അനേകര് ബന്ധപ്പെടുന്നത് കാണുവാൻ കഴിയും. ആമേൻ. സമൂഹത്തിൽ ഒരു നല്ല നിലവാരം ആമേൻ കാണിക്കുവാൻ ഇല്ലാത്തതിനെ ഉള്ളത് ആമേൻ പോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ താഴുവാൻ മനസ്സില്ലാതെ സ്വയം അഹങ്കരിച്ച് നടക്കുന്ന അനേകരെ കണ്ടുകൊണ്ട് യേശു കർത്താവ് തന്റെ ചുറ്റുപാടുമായിരിക്കുന്നവരോട് പറയുക, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ഹല്ലേലൂയ. സ്വയം ഉയരുവാൻ വേണ്ടി ആരെല്ലാം എവിടെയെല്ലാം ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം അമ്പെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ആമേൻ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12, 13, 14 വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. ആരാണ് അരുണോദയ പുത്രൻ? ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിച്ചാക്കിയ ദൂതന്മാർ 12 വിധമാകുന്ന രത്നങ്ങളെ കൊണ്ട് നിർമ്മിതമായ അലങ്കൃതമായ ഹല്ലേലൂയ ആമേൻ അതെ വ്യക്തിത്വത്തിനുടമയായ ദൂതന്മാർ 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിച്ചാക്കിയ ദൂതന്മാരുടെ തലവൻ ആയ ലൂസിഫർ, KJV ബൈബിൾ, കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. ലൂസിഫർ. ഹല്ലേലൂയ. ആമേൻ. ലൂസിഫർ എന്ന് പറയുന്ന ദൂതൻ ആമേൻ അതെ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ആമേൻ. അപ്പൊ അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞത്, അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആകാശത്തിലായിരുന്നു. ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? എങ്ങനെയാണ് അവർ വീഴാൻ ഇടയായത്? ആമേൻ. അവരുടെ ഹൃദയത്തിലെ ചിന്തയാ, ഞാൻ സ്വർഗത്തിൽ കയറും. ഇന്നും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു നടക്കുന്ന അനേക തലമുറകളുള്ള ലോകത്താണ് ഞാൻ നിങ്ങൾ. വളർന്നു വരുന്ന തലമുറയുടെ അഹങ്കാരത്തിന്റെ വാക്കുകൾ അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യൗവനക്കാർ ഇടറി വീഴുവാൻ കാരണം, ബാല്യക്കാർ ക്ഷീണിച്ചു പോകുവാൻ കാരണം അവരുടെ അഹങ്കാരത്തിന്റെ വാക്കുകളാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ആമേൻ. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും. നോക്കണമേ, ദൈവത്തെ ആരാധിക്കാൻ ദൈവം മനോഹരമായി സൃഷ്ടിച്ച് ആക്കിവെച്ച ദൂതന്മാർ അഹങ്കരിച്ച് അവരുടെ അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന ചിന്ത എന്താ? ചിന്ത, ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും സഹോദരങ്ങളെക്കാട്ടിലും ഞാൻ
എന്ന് അഹങ്കരിക്കുന്ന തലമുറകൾക്ക് ഇതൊരു മുന്നറിയിപ്പ. ഇന്ന് രാത്രി നീ വീഴുന്നതിന് മുമ്പ്, നീ തകരുന്നതിന് മുമ്പ്, നിന്റെ വീഴ്ചയ്ക്ക് ഹേതുവായി ഭവിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, സിട്ടാവാം ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുക ആര് തയ്യാറാകുമോ അവരെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. ആമേൻ. ഞാൻ സ്വർഗത്തിൽ കയറും, ഞാനെന്ന് അഹങ്കരിക്കുന്ന, ഞാനെന്ന് അഹങ്കരിച്ച് സംസാരിക്കുന്ന, ഹല്ലേലൂയ, ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്ന് അരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അടുത്തിരിക്കുന്നവർ കേൾക്കത്തക്ക വിധത്തിൽ, അടുത്ത് നിന്ന് ആരാധിക്കുന്ന ദൂതന്മാർ കേൾക്കത്തക്ക വിധത്തിൽ, ആമേൻ, അവൻ ചിന്തിച്ചില്ല, അവൻ പറഞ്ഞില്ല. ആമേൻ, അവന് അകത്ത് മാത്രമുണ്ടായ ചിന്ത. ആമേൻ. ദൂരത്ത് നിന്ന് നിന്റെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന ദൈവം, നീ ഇരിക്കുന്നതും നീ എഴുന്നേൽക്കുന്നതും നിന്റെ ഹൃദയ വികാരങ്ങൾ പോലും, നിന്റെ നിരൂപണങ്ങൾ പോലും ആരാഞ്ഞറിയുന്ന ദൈവം. ഹല്ലേലൂയ. ദൂതന്മാരുടെ ഹൃദയത്തിൽ അഹങ്കരിച്ച് ചിന്തിച്ച ചിന്ത സ്വർഗത്തിലെ ദൈവം, ആമേൻ, മനസ്സിലാക്കി അവരെ വെട്ടി താഴെയിട്ടു വന്ന, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ആമേൻ ചിന്തിച്ച ദൂതന്മാർ വീണുപോയി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അഹങ്കാരത്തിന്റെ വാക്കുകൾ, ആമേൻ, ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, നെഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അധികം കൃപ കൊടുക്കുന്നുവെന്ന വചനമുള്ളത് കൊണ്ട് എന്തും പറയാമെന്നില്ലല്ലോ. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ സ്വയം താഴുന്നവരെവിടെയുണ്ടോ അവർ ദൈവത്താൽ ഉയർത്തപ്പെടുമെന്നുള്ളത് തിരുവായി മൊഴിഞ്ഞ് ആമേ തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട്, ആമേ, ഉലകത്തിൽ കല്ലറ തുറന്നു കിടക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമാ. ഉലകത്തിൽ അനേക മഹാന്മാർ ജനിച്ചിട്ടുണ്ട്. അവരുടെ കല്ലറയ്ക്കകത്ത് അവർ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, ആമേൻ, കല്ലറയ്ക്കകത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ മഹാനായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ആമേൻ, 1 പത്രോസിന്റെ ലേഖനം, ആമേൻ, 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ആമേൻ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിലൂടെ, ആമേൻ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗമായി വിശ്വസിച്ച് സ്നാനപ്പെട്ട് ജീവിക്കുന്ന, കർത്താവിന്റെ മേശയിൽ നിന്നും ഭക്ഷിക്കുന്ന, ആമേൻ, ദൈവവൈതൽ ആത്മാവിൽ അതേ ബലപ്പെട്ട് ആ നിത്യ രാജ്യത്തിന്റെ അവകാശിയാകുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർ, കർത്താവിന്റെ വരവെങ്കിൽ തള്ളപ്പെട്ടു പോകാതെ ആ മഹത്വ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി ജീവിക്കുവാൻ അവർ വായിച്ച് ഗ്രഹിക്കേണ്ടതിന് എഴുതിയത്, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും. ഹല്ലേലൂയ, ആമേൻ. പ്രായത്തിൽ, ആമേൻ, അതെ, മുതിർന്നവരായിരിക്കുന്നവര്, ഹല്ലേലൂയ, ആമേൻ, മൂപ്പന്മാർക്ക് ഇളയവരെന്ത് ചെയ്യണം? കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ, കീഴടങ്ങുകയും. എല്ലാവരും തമ്മി കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ, ആമേൻ, റോൾ മോഡലാ, ആമേൻ, സഭയുടെ നാഥൻ, ആമേൻ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വലിച്ചുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനാ, ആമേൻ, മിഷണറി യാത്രയിൽ സഭകൾ സ്ഥാപിച്ച അനുഗ്രഹീതനായ അഭിഷക്തൻ ആത്മാവിൽ നിറഞ്ഞ് ദൂത് കൈമാറിയത്. ഇന്ന് രാത്രിയിലും ദൈവസഭയുടെ അംഗമായിരിക്കുന്നവരോട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ, അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവി. എല്ലാവരും, ആമേൻ, തമ്മിൽ കീഴടങ്ങി. ഹല്ലേലൂയ, അതേ, ഭാര്യ, ഭർത്താക്കന്മാർ, അപ്പൻ, അമ്മ, മക്കൾ, ആമേൻ, താഴ്മയുള്ളവരായി. ഹല്ലേലൂയ, ആമേൻ. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല പിതാവായ ദൈവം. ഈ ഒരു കീഴ്വഴക്കം ഇല്ലാത്ത ഭവനം എവിടെയുണ്ടോ, കൂട്ടായ്മ എവിടെയുണ്ടോ, സമൂഹം എവിടെയുണ്ടോ, അവിടെ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കും.
ഹല്ലേലൂയ. ആമേൻ. അതെ, വചനം പറയുന്നു, തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളി. പല കുടുംബങ്ങളിലും പലർക്കും താഴാൻ മനസ്സില്ല. അപ്പനോളം വളർന്നു കഴിഞ്ഞ, അമ്മയോളം പൊങ്ങിക്കഴിഞ്ഞ മക്കൾക്ക് താഴാൻ മനസ്സില്ല. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ദൂതന്മാർ ഹൃദയത്തിൽ അഹങ്കരിച്ചപ്പോ ആ അഹങ്കാരത്തിന്റെ ചിന്ത അവരുടെ വീഴ്ചയ്ക്ക് കാരണമായി ഹേതുവായി ഭവിച്ചു എന്നുള്ള ദൂത് ഇസ്രായേൽ ജനത്തിന് യെശയ്യാ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി കൊടുത്തതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാമോ? ദൈവം അവരെ തള്ളിക്കളയാതിരിക്കണമെങ്കിൽ അവരെ അഹങ്കരിക്കാതെ ജീവിക്കണം. അല്പം സൗന്ദര്യമുള്ളത് കൊണ്ടോ, അല്പം കളറുള്ളത് കൊണ്ടോ, എടുത്തു പറയുവാൻ എന്തെങ്കിലും ശ്രേഷ്ഠതയുള്ളത് കൊണ്ടോ അഹങ്കരിക്കുവാൻ തയ്യാറാകരുത്. അഹങ്കരിക്കുന്നവർ വീഴ്ചയ്ക്ക് ഹേതുവായി അവരുടെ ജീവിതത്തിൽ പലതും വന്ന് ഭവിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് പത്രോസ് വളരെ ആത്മാർത്ഥമായി ആത്മാവിൽ നിറഞ്ഞ് ദൈവസഭയെ ഉപദേശിക്കുകയാണ്. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിഗളിക്കുന്നവരോട് ദൈവം എതിർത്ത് നിൽക്കുമ്പോൾ തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവർ കൃപ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. ഹല്ലേലൂയ. വളർന്നു വരുന്ന ഇളം തലമുറയോട് ദൈവം നിന്നെ ഉയർത്തണമെങ്കിൽ വിവാഹപ്രായമായിട്ടും ജോലി ചെയ്യേണ്ട സമയമായിട്ടും പഠനം കഴിയേണ്ട സമയമായിട്ടും പലർക്കും അത് പഠിച്ചു പൂർത്തീകരിക്കാൻ കഴിയാതെ, പല വിവാഹങ്ങളും നടക്കാതെ, പലർക്കും തലമുറകൾ ഉണ്ടാകാതെ, പലർക്കും എവിടെയും എത്തപ്പെടുവാൻ കഴിയാതെ ആയിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണമെന്താ? ഹല്ലേലൂയ. എല്ലാവരെയും ഉദ്ദേശിച്ചല്ല. ദൈവസഭയിൽ അംഗമായിരിക്കുന്ന ദൈവജനത്തെ മുൻകണ്ടുകൊണ്ട് ആത്മാവിൽ നിയോഗം പ്രാപിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുതിയത് അതുകൊണ്ട്. ഇതുകൊണ്ട് ഹല്ലേലൂയ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ഹല്ലേലൂയ. കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. പ്രൈസ് ദി ലോർഡ്. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചെന്ന. എന്തുകൊണ്ടാ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത്? അവൻ കാണാൻ സൗന്ദര്യമുള്ളവനായിരുന്നത് കൊണ്ടാണോ? അവന്റെ ബാങ്ക് ബാലൻസിൽ പണമുള്ളത് കൊണ്ടായിരുന്നോ? എന്തായിരുന്നു അവന്റെ ക്വാളിഫിക്കേഷൻ? എന്തായിരുന്നു അവന്റെ ക്വാളിറ്റി? അവൻ നിഷ്കളങ്കൻ. ആ തലമുറയിൽ അവൻ വേറിട്ട് ജീവിക്കുന്നവനായിരുന്നു. എന്തായിരുന്നു ആ തലമുറയുടെ കുഴപ്പം? ലൈംഗിക അരാജകത്വം കൊടികൊത്തു വാണുകൊണ്ടിരുന്ന കാലമാ. മനുഷ്യർക്ക് ബോധിച്ചതുപോലെ വിവാഹം കഴിക്കുന്ന ഒരു കാലമാ. തങ്ങൾക്ക് ബോധിച്ചവരെ ജീവിത പങ്കാളിയായി തെരഞ്ഞെടുക്കുന്ന കാലം. അപ്പൻ കൊണ്ടുവരുന്നതോ അമ്മ കൊണ്ടുവരുന്നതോ അപ്പന്റെ അമ്മയുടെ ഇഷ്ടത്തിനല്ല, സ്വന്തം ഇഷ്ടത്തിൽ ബോധിച്ചതുപോലെ നടക്കുന്ന ഒരു കാലം. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ വളരെ ലൈംഗിക അരാജകത്വം കൊടികൊത്ത് വാണുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ ഈ കാലവും? പ്രായം വിഷയമല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരോടാ ദൈവം എതിർത്ത് നിൽക്കുന്നത്? ഹല്ലേലൂയ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. കുഞ്ഞേ, നീ നിഗളിക്കരുത്, അഹങ്കരിക്കരുത്. നിന്റെ അകത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഹൃദയങ്ങൾ ആരാന്നറിയുന്ന ദൈവം നിന്നോട് എതിർത്ത് നിൽക്കും. നിന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിനക്ക് ശുഭ ഭാവി ഉണ്ടാകണമെങ്കിൽ, നിന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കിയ ദൈവത്തിന്റെ അനുഗ്രഹം വേണം. ദൈവിക അനുഗ്രഹം നിനക്ക് വേണമെങ്കിൽ നിഗളമെന്ന ആ ഭാവം നിന്റെ അകത്ത് ഉടലെടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. നിഗളം ആർക്കാണ് ഉണ്ടായത്? ദൈവത്തിനെക്കാട്ടിലും മുകളിൽ, അത്യുന്നതിന്റെ മുകളിൽ കയറുമെന്ന് അഹങ്കരിച്ച അതേ ദൂതൻ വെട്ടേറ്റ് നിലത്ത് വീണു. അവനാണ് ലൂസിഫറായി മാറിയത്. പിശാചന്റെ അതേ ആയുധം നിഗളം, അഹങ്കാരം.
ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം താഴ്മയുള്ളവനായി വിനയമുള്ളവനായി ജീവിക്കുവാൻ എന്താ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറഞ്ഞത്? അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെത്താണിരിപ്പീൻ. ഹല്ലേലൂയ. അതെ, നീട്ടിയ ഭുജം കൊണ്ട് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ആമേൻ വഴി നടത്തിയവൻ. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ആമേൻ അവർക്ക് വിശന്നപ്പോൾ ആഹാരത്തിനായി ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് മന്നയെ കൊടുത്തവൻ. അവരിറച്ചി ചോദിച്ചപ്പോൾ ലിവ്യാതാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷിയാക്കി അവരുടെ കൈ കൊണ്ട് പിടിച്ച് ഭക്ഷിക്കുവാൻ പാകത്തിന് ഇറക്കി കൊടുത്തവൻ. തീക്കൽ പാറയിൽ നിന്ന് ദാഹജലം കൊടുത്തവൻ. ഹല്ലേലൂയ. നീട്ടിയ ഭുജം കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ഭുജത്തിന്റെ കീഴിൽ ആമേൻ ദൈവത്തിന്റെ ഭുജത്തിന്റെ കീഴിൽ ദൈവവചനത്തിന്റെ കീഴിൽ ഹല്ലേലൂയ ആമേൻ താണിരിക്കുന്നവരെ അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ ആമേൻ. നിന്റെ പഠനാനന്തരം ആമേൻ നീ അവരും ഇവരും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കറങ്ങി നടക്കുന്നത് പോലെ കറങ്ങി നടക്കാതിരിക്കണമെങ്കിൽ പഠിക്കുന്ന സമയത്ത് അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ വിനയമുള്ളവനായി താഴ്മയുള്ളവനായി മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് മൂപ്പന്മാർക്ക് കീഴ്പ്പെട്ട് ദൈവവചനത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ നീ സമർപ്പിക്കപ്പെട്ട സമപ്രായത്തിലുള്ളവർ ആമേൻ ദൈവത്താൽ ഉയർത്തപ്പെട്ട് ആമേൻ മാനിക്കപ്പെടുന്നത് കണ്ടിട്ട് ഹല്ലേലൂയ അത് നിരാശപ്പെട്ടിരിക്കുവാൻ ഇടയാകാതെ ഹല്ലേലൂയ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞ ദൈവം ആമേൻ മാനിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പീൻ, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഹല്ലേലൂയ ആമേൻ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ അനുഗമിച്ച അതേ ശിഷ്യന്മാർ കൂടെ ആയിരിക്കുന്നവരുടെ മുമ്പിൽ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ കുറിവാക്യമായി ഇന്ന് രാത്രി വായിച്ചത്. ഹല്ലേലൂയ. അനന്തരം യേശു പുരുഷാരത്തോട് തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് ഹല്ലേലൂയ, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. എനിക്കൊരു മോളുണ്ട്, ഒന്നല്ല 2 കുട്ടികൾ. പല കാര്യങ്ങൾ അവർ പറയാറുണ്ട്, പക്ഷെ പറയുന്നത് പോലെ ചെയ്യാറില്ല. ഹല്ലേലൂയ. നോക്കിക്കേ ആമേൻ. കർത്താവ് പറയുകയാണ്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിൽ എന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. മോശ വഴി ഒരു പ്രമാണം ഈ ഭൂമിയിലായിരിക്കുന്ന ജനത്തിന് ദൈവം കൊടുത്തു. ആ പ്രമാണം അവർക്കറിയാം. ആ പ്രമാണത്തെ പിടിച്ചിരിക്കുകയാണ്. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്യുവിൻ. അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. അവർ പറയുന്നതല്ലാതെ എന്ത് ചെയ്യുന്നില്ലല്ലോ. അവർ ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് എന്തില്ല? മനസ്സില്ല. മിക്ക വീട്ടിലെ മക്കൾ അങ്ങനല്ലേ? ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ടാ ഇങ്ങനെ ഈ അനുഭവത്തിലൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ആമേൻ, പറയുന്നതല്ലാതെ അത് പ്രവർത്തിക്കുവാൻ തയ്യാറാകാത്ത ഒരു തലമുറയുള്ള ലോകത്താ ഞാനും നിങ്ങളും. മോളെ ആ മുറ്റം അടിക്കാം, പിന്നെ നോക്കിയാലും അടിക്കത്തില്ല. ഹല്ലേലൂയ. മോളെ അത് ചെയ്യത്തില്ല. ലോകം അങ്ങനെ വഷളത്വത്തിൽ കുപ്പുകുത്തി വീണുകൊണ്ടിരിക്കുമ്പോ ആ വീഴ്ചയിൽ ആമേൻ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. മൂല്യമുള്ള ജീവിതത്തിന് ഉടമയായി മാറുവാൻ ആഗ്രഹിക്കുന്നവരെ ആത്മാവിനാൽ നിറച്ച് ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരെ ദൈവം ഉയർത്തുമെന്നുള്ള ദൂത് കൈമാറി ദൈവജനത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ സഹായിക്കാൻ ആരുമില്ല, നിന്നെ ഉയർത്തുവാൻ ആരുമില്ല, നിന്നെ പഠിപ്പിക്കാൻ ആരുമില്ല, നിന്നെ ആമേൻ അതെ വിവാഹം ചെയ്ത് അയക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരില്ല. ഒക്കെ ശരിയാ. ഇന്ന് രാത്രി ആമേൻ നിന്റെ കഷ്ടത കണ്ട്, നിന്റെ വേദന കണ്ട്, നിന്റെ പ്രയാസം കണ്ട്, നിന്റെ പ്രതികൂലം കണ്ട് നിന്നെ സഹായിപ്പാൻ
സഹായിപ്പാൻ ആരും മുന്നോട്ട് വരുന്നില്ലെങ്കിലും നിന്റെ കഷ്ടത കണ്ടുകൊണ്ട്, നിന്റെ വേദന കണ്ടുകൊണ്ട്, നിന്റെ പരിമിതി കണ്ടുകൊണ്ട് നിന്റെ അരികിൽ വന്ന് ആമേൻ നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവം അയച്ച ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ആ ബലമുള്ള കൈക്കീഴിൽ എന്നും കൂടെ പറഞ്ഞാൽ ദൈവവചനത്തിന് കീഴിൽ നീ വചനം അനുസരിച്ചിരിക്കാൻ തയ്യാറാണെങ്കിൽ തക്ക സമയം, ഏതാ തക്ക സമയം? ആമേൻ നീ വളർന്നു വരുമ്പോൾ സമയങ്ങളിൽ നിനക്ക് ലഭ്യമാകേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഒരു കൂട്ടരെ കുറിച്ച് യേശു പറയുകയാണ്, അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നത് അവർക്ക് പ്രിയവുമാകുന്നു. നിങ്ങളോ റബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. ഹല്ലേലൂയ. നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത്, ഒരുത്തരത്രേ നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ഹല്ലേലൂയ. എന്നിട്ടാ പറഞ്ഞത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഹല്ലേലൂയ. നിത്യരാജ്യം അടച്ചു കളയുന്നവർ, സ്വർഗരാജ്യം അടച്ചു കളയുന്നവർ ആരാ? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞാൽ പറയുന്നതല്ലാതെ പ്രവർത്തിക്കാത്തവർ, നന്നാകാൻ ആഗ്രഹിക്കുന്നവരെ പോലും നന്നാക്കാൻ അനുവദിക്കാത്തവർ. ഹല്ലേലൂയ. അവർക്ക് പാരമ്പര്യം പറയാനുണ്ട്, അവർ പറയുന്നതല്ലാതെ അവർ ചെയ്യത്തില്ല, അവർ പ്രവർത്തിക്കത്തില്ല. അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. ഒത്തിരി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒത്തിരി പേര് കൊതിക്കുന്നുണ്ട്, പക്ഷെ ചിലര് നിമിത്തം അവർക്ക് അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം ആമേൻ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഇന്ന് രാത്രി ഈ ദൂത് ആമേൻ ഈ ലൈവിലൂടെ വിളിച്ചു പറയുമ്പോൾ എന്റെ നിങ്ങളുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നുവെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വിധവന്മാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടമേറിയ ശിക്ഷാവിധി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച, ദൈവത്താൽ വിളിക്കപ്പെട്ട് ദൈവം വിശ്വസ്തനെന്ന് എണ്ണി ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്ത ഗണങ്ങൾ ഈ ഭൂമി എങ്ങനെ ആയിരിക്കണം ഹല്ലേലൂയ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ഹല്ലേലൂയ. മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ഒരുപാട് മതങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഉൾത്തിരിഞ്ഞു വന്ന ചിന്തയ്ക്ക് അടിസ്ഥാനമായി അവരായിരിക്കുന്ന രാജ്യത്തിന്റെ ആ ഘടനയും നിയമങ്ങളും പാലിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് സംഘടിച്ചു കൂട്ടിയ ചില ലേബൽ കൊടുത്തുകൊണ്ട് സഭയായി രൂപീകരിച്ചിരിക്കുന്ന മതസംഘടനകളെ യേശു കർത്താവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിക്കപ്പെട്ട, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ ദൈവം തെരഞ്ഞെടുത്താക്കിയ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവരെ പോലെ ആകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിനെന്ന്, ആമേൻ, പത്രോസ്ലീഹ ആത്മാവിൻ നിയോഗം പ്രാപിച്ച് ദൈവസഭയിൽ അംഗമായിരിക്കുന്നവരെ പ്രബോധിപ്പിച്ച വചനം ഇന്ന് രാത്രി ആത്മാവിന്റെ നിയോഗത്തോടെ ഏറ്റെടുത്ത് വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യൻ, ആമേൻ, കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന സമ്പ്രദായങ്ങൾക്ക് അടിമയായി, ആമേൻ, ജീവിതം നശിപ്പിക്കാതെ, ഹല്ലേലൂയ, ആമേൻ, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭയുടെ നാഥൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ, ആമേൻ, അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് താഴ്മയുള്ളവനായി സ്വയം, ആമേൻ, സമർപ്പിക്കപ്പെടുന്നവരെ തന്റെ ആത്മാവിനാൽ നിറച്ച് ദൈവസഭയുടെ, ആമേൻ, പണി, ആമേൻ, സ്വർഗത്തിലെ ദൈവം ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ്, ആമേൻ, ഈ ഉപമയെല്ലാം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, പിന്നെയും ഒരുപാട് പേര് കർത്താവിന്റെ ഉപദേശത്തെ സ്വീകരിക്കാതെ, കർത്താവിന്റെ പഠിപ്പിക്കലുകളെ അംഗീകരിക്കാതെ ദൈവസഭയ്ക്ക് എതിരായി ശക്തിയുക്തം പ്രവർത്തിക്കുമ്പോൾ കർത്താവ് വിട്ടില്ല, കർത്താവ് മാറിപ്പോയില്ല. പിന്നെയും അതേ കർത്താവ് 14-ാം അധ്യായം 7 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളിലൂടെ, ആമേൻ, സംസാരിക്കുകയാ. ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ്, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ഉപമയിലൂടെ പറഞ്ഞ കാര്യം ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ, ക്ഷണിക്കപ്പെട്ടവർ ചുമ്മാ കയറി വന്നതല്ല, വിളിച്ചിട്ട വരുന്നത്. ഹല്ലേലൂയ. അപ്പോ ആളും തരവും ഒക്കെ നോക്കിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ഹല്ലേലൂയ. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്: ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ച മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. അപ്പൊ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ, മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ, മനുഷ്യന്റെ നിലവാരത്തെ, മനോചിന്തകളെ, ആമേൻ, ഗ്രഹിച്ചുകൊണ്ട് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്: ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ച മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷെ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. അപ്പൊ മനുഷ്യൻ എപ്പോഴും തന്നിലേക്ക് ക്ഷണിക്കുന്നത് അവന്റെ മാന്യത നോക്കിയ, അവന്റെ കഴിവ് നോക്കിയ, അവന്റെ പക്വത നോക്കിയ. നമുക്കറിയാം, മനുഷ്യൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവൻ ഇന്റർവ്യൂവിനെ വിളിക്കുമ്പോൾ അവര് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, അവര് വെച്ചിരിക്കുന്ന ഒരു തിയറിയുണ്ട്, അവര് വെച്ചിരിക്കുന്ന ഒരു അതെ ഫോമുണ്ട്. അതിനകത്ത് ഉൾക്കൊള്ളുവാൻ പറ്റുന്നവരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ക്വാളിഫിക്കേഷൻ നോക്കിയായിരിക്കാം, കളർ നോക്കിയായിരിക്കാം, പാരമ്പര്യം നോക്കിയായിരിക്കാം, എക്സ്പീരിയൻസ് നോക്കിയായിരിക്കാം അവരവരെ സ്ഥാപിച്ചിരിക്കുന്ന കമ്പനിയുടെ മാനദണ്ഡം, അതിന്റെ നടത്തിപ്പുകാരൻ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെയാ പറഞ്ഞത്: ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ എന്ത് ചെയ്യരുത്? ഇരിക്കരുത്. എവിടെ പോയാലും എനിക്ക് ഒന്നാമനാകണം, എവിടെ പോയാലും ഞാനായിരിക്കണം മുമ്പിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. നോക്കുക, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. ഹല്ലേലൂയ. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കാം. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പൊ യേശു കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ഉപമയിലൂടെ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവമക്കൾ ഈ ഭൂമിയിൽ എങ്ങനെയുള്ളവരായിരിക്കണം? ഒരു വിവാഹ വീട്ടിലോ, ഒരു മരണ വീട്ടിലോ, ഒരു പൊതു സദസ്സിലോ, എവിടെയും ആകട്ടെ, ഹല്ലേലൂയ, നമ്മുടെ മനോഭാവം, നമ്മുടെ കാഴ്ചപ്പാട്,
ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം ആമേൻ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന ഈ പ്രസംഗിക്കുന്ന എനിക്കും ഇത് ബാധകമാണ്. ഹല്ലേലൂയ. പിന്നെയും നിന്നെയും അവനെ ക്ഷണിച്ചവൻ വന്ന് ഇവൻ ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ച ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇടവരട്ടെ. അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനമുണ്ടാകും. ഹല്ലേലൂയ. സ്വയം മാന്യത ഉണ്ടാകാനായി അഹങ്കരിച്ച് ആമേൻ സംസാരിച്ച് ആമേൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ് ആമേൻ ഞെളിഞ്ഞ് നടക്കുന്നവർ അമ്പയെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് ദൈവത്താൽ മാനിക്കപ്പെടണമെങ്കിൽ ആമേൻ ഇളയവർ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. മിക്ക ഭവനങ്ങളും ഇന്ന് തകർന്നു പോകുവാൻ കാരണമെന്തെന്നറിയാമോ? ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ട് പല ഭർത്താക്കന്മാരും ഭാര്യമാരെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അത് കൊലപാതകമായി മാറിക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. പല സ്ഥാപനങ്ങളിലും കീഴ്വഴക്കമില്ലാത്തത് കൊണ്ട് പല സ്ഥാപനങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നു. തലകീഴായി മറിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഉന്നതമായി വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ആരെങ്കിലും ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊരു മാന്യതയുണ്ട്. ആ മാന്യത നിനക്ക് നൽകുവാൻ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെ ആക്കിയിരിക്കുന്ന ദേശത്ത്, നിന്നെ പാർപ്പിച്ചിരിക്കുന്ന ഭവനത്തില്, നിന്നെ ചവിട്ടി നിന്നെ മെതിച്ച് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാകട്ടെ, നീ വിവാഹം കഴിച്ചു ചെന്ന ഭവനത്തിലാകട്ടെ, നീ ജനിച്ച കുടുംബത്തിലാകട്ടെ, ആര് നിനക്കെതിരെ നിന്നെ തകർക്കാൻ നോക്കിയാലും ഉന്നതമായ ഒരു വിളി നിന്റെ മേലുണ്ടെങ്കിൽ ആർക്കും നിന്നെ അപമാനിക്കുവാൻ കഴിയാത്ത നിലയിൽ, ആർക്കും നിന്നെ ഒതുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ശക്തനായവനെ രുചിച്ചറിഞ്ഞ പത്രോസ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാന്യത നൽകിയ ആ ബലവാനായ ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ, അവന്റെ ആ നീട്ടിയ ഭുജത്തിന്റെ കീഴിൽ താണിരിക്കുന്നവനെ അവൻ മറന്നു കളയുന്ന ദൈവമല്ല, അവൻ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന ദൈവം. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരുപക്ഷെ യോസേഫിനെ പോലെ ദർശനമുള്ള നിന്നെ അതേ സ്വന്തം സഹോദരങ്ങൾ അതേ പൊട്ടക്കിണറ്റിൽ എടുത്തിട്ട് തകർക്കാൻ നോക്കി, എന്നാൽ എടുത്തിട്ടവരുടെ മുമ്പിൽ ഉയർത്തി മാനിച്ച് അതേ മന്ത്രി കസേരയിൽ ഇരുത്തി അവന്റെ മുമ്പിൽ എടുത്തെറിഞ്ഞവരെ അന്നത്തിനു വേണ്ടി വരുത്തിച്ച ദൈവമത്രേ അതേ യോസേഫിന്റെ ദൈവം. ഇന്ന് രാത്രി തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടുമ്പോ സ്വയം ഉയരുന്നവർ താണു പോകത്തക്ക വിധത്തിൽ നെഗളകളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം, താഴ്മയുള്ളവർക്ക് അധികം കൃപ കൊടുക്കുന്ന ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ശുശ്രൂഷയില് അതേ ദൈവ വിളി കേട്ടിറങ്ങി തിരിച്ച് കർത്താവിന്റെ വേലയുടെ മുഖത്ത് പലയിടത്തും നീ തടയപ്പെട്ടെങ്കിൽ, പലയിടത്തും നീ അതേ മാറ്റി നിർത്തപ്പെട്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ഈ വേലയ്ക്ക് വിളിച്ച ദൈവം ഹല്ലേലൂയ നിനക്കൊരു മാന്യത വെച്ചിട്ടുണ്ട്. ആ മാന്യത തക്ക സമയത്ത് നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. മൊർദെഖായിക്ക് ഒരു മാന്യതയുണ്ട്. ആ മാന്യത ധരിച്ചറിഞ്ഞ അതെ ഹാമാൻ അവന് ഒരു കഴുകുമരം ഉണ്ടാക്കി. നോക്കണമേ, ദൈവം മാനിക്കുവാൻ കണ്ടിരിക്കുന്ന മൊർദെഖായിയെ തൂക്ക് മരത്തിൽ കയറ്റുവാൻ സ്വപ്നം കണ്ടു നടന്നവൻ അവന്റെ ഹൃദയത്തിന്റെ ചിന്ത അതെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്ത് കഴുകുമരം ഉണ്ടാക്കി. ഓരോ ദിവസവും അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാ. ആ ടൈം അവൻ വെയിറ്റ് ചെയ്യുക. ഇന്ന് രാത്രിയിൽ നീ സ്ഥാപനം ചെയ്യുന്ന, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കൊരു മാന്യത ദൈവം വെച്ചിട്ടുണ്ട്. ആ മാനിക്കപ്പെടേണ്ട നിനക്കെതിരെ ചില ഹാമാന്മാർ കഴുമരം ഒരുക്കി നിന്നെ താഴെ ഇറക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്ന് വചനത്തിൽ കർത്താവ് പറയുന്നു. അതെ, ചില ദിവസങ്ങൾ കണ്ണുനീരിന്റെയും അതേ നെടുവീർപ്പിന്റെയും അനുഭവമാണെങ്കിലും അതേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം, നിനക്ക് വെച്ചിരിക്കുന്ന മാന്യത അതെ വെളിപ്പെടുത്തി
വെളിപ്പെടുത്തി ആമേൻ നീ തല ഉയർത്തി നിൽക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടുന്ന സീസൺ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന സമയം അടുത്തിരിക്കുന്നു. മാതാവേ, സഹോദര സഹോദരി, ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം. അതുകൊണ്ട് അഹങ്കരിക്കരുതേ. കഴിവ് തന്നിട്ടുണ്ടോ? ദൈവത്തിന് മഹത്വം കൊടുക്കണം. കർത്താവേ, നിന്റെ കൃപയാണ്, നിന്റെ കരുണയാണ്. കർത്താവെ, ഞാൻ സമ്മതിക്കുന്നു. എത്രത്തോളം താഴാമോ അത്രത്തോളം ദൈവം ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ, അവൻ ഇന്ന് രാത്രി അവൻ നിന്നെ ഉയർത്തുന്നത് സ്വർഗത്തിലെ ദൈവമാ, എന്നെ ഉയർത്തുന്നത് സ്വർഗത്തിലെ ദൈവമാ. എന്നാൽ ഉയർച്ചയ്ക്ക് തടസ്സം ആരാ? നീ തന്നെയാ. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ, ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയുടെ കാര്യമെടുത്ത് നോക്കിക്കേ. സ്വയം നീതീകരിച്ച് ഹല്ലേലൂയ അപ്പനെ ധിക്കരിക്കുന്ന, അമ്മയെ ധിക്കരിക്കുന്ന, കൂടപ്പുറപ്പിനെ ധിക്കരിക്കുന്ന, ഗുരുക്കന്മാരെ ധിക്കരിക്കുന്ന തലമുറയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു കർത്താവിന്റെ കാലത്ത് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് യേശു ഉപമയിലൂടെ കാര്യങ്ങൾ പറഞ്ഞത്. തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാ. ഹല്ലേലൂയ. രണ്ട് മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഹല്ലേലൂയ. ചുങ്കക്കാരൻ ചുങ്കം പിരിച്ച് അവന്റെ ഉപജീവന മാർഗത്തിനു വേണ്ടി ജീവിക്കുന്നവനാ. വളരെ കഷ്ടമുണ്ട്. ഹല്ലേലൂയ. വളരെ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ രണ്ട് മനുഷ്യരും ദൈവവുമായി കണക്ഷനുള്ളവരാ. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. അപ്പനെ പോലല്ല, അമ്മയെ പോലല്ല, കൂടപ്പുറപ്പിനെ പോലല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല. സ്വയം നീതീകരിച്ച്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, സ്വയം നീതീകരിക്കുകയാ. പിടിച്ചു പറിക്കാർ, നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാ നിന്നെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ദൈവത്തെ ആരാധിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലെ, പ്രാർത്ഥിക്കുവാൻ ആത്മനിയോഗം പ്രാപിച്ച പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടായിട്ട് പ്രാർത്ഥിച്ചതൊന്നുമല്ല, ആത്മഭാരമുണ്ടായിട്ട് പ്രാർത്ഥിച്ചതൊന്നുമല്ല, സ്വയം നീതീകരിക്കുവാൻ വേണ്ടിയാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം? ദൈവത്തെ വിളിക്കുന്നവന്റെ മനോഭാവം എങ്ങനെയായിരിക്കണം? ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പ്രദാനം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ അനേകരുണ്ട്, കിട്ടുന്നതിൽ കൃത്യമായി ന്യായമായി ദൈവത്തിന് കൊടുക്കുന്നവരാ, ദൈവാലയത്തിൽ കൊണ്ടു കൊടുക്കുന്നവരാ, പല രീതിയിൽ അത് ചെലവഴിക്കുന്നവരാ. അന്നദാനമായിട്ടും പാപങ്ങൾക്ക് കൊടുത്തു ഒക്കെ. യേശു കർത്താവ് ഇതെല്ലാം മുൻകണ്ടുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അവരെ പോലെ ആകരുത്. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പ്രദാനം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും
തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവനെ നീതീകരിക്കാതെ, അവന്റെ തെറ്റുകളെ അവന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ, ഹല്ലേലൂയ, അവൻ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ്, ഹല്ലേലൂയ. അങ്ങനെ രണ്ട് മനുഷ്യൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഉപമയായി തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താ? നിങ്ങൾ അങ്ങനെ ആകരുത്. എങ്ങനെ? ഹല്ലേലൂയ. പരീശനെ പോലെ സ്വയം നീതീകരിക്കപ്പെടുന്നവനാകരുത്. എന്നിട്ട് പറഞ്ഞു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ആരോ? ചുങ്കക്കാരൻ. ആമേൻ. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഈ ഉപമയിലൂടെയല്ല ദൈവം അവർക്ക് കൊടുത്ത മെസ്സേജ്, അവർക്ക് കൊടുത്ത ദൂത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ മാനിക്കണമെങ്കിൽ, ഞാൻ നിങ്ങളെ ഉയർത്തണമെങ്കിൽ നിങ്ങൾ എന്റെ വചനത്തിന്റെ കീഴിൽ താഴിരിക്കണം. ഹല്ലേലൂയ. എന്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവനെ ഞാൻ മാനിക്കും, ഞാൻ ഉയർത്തും. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇയ്യോബിന്റെ കാലത്ത്, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് വേദനകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് തകർച്ചകളും താൻ അനുഭവിച്ചതായി സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അനന്തരം തേമാന്യനായ എലീഫാസ്, ശുഹാനായ ബിൽദാദ്, നൈമത്യനായ സോഫാർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ, നീതിമാനും ദോഷം വിട്ടകലുന്നതിനും ദൈവം പോലും സാക്ഷ്യം പറഞ്ഞവനുമായ അതേ ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നെന്ന്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്. അവൻ ഒന്നിലും അവൻ തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നുവെന്നാണ്. നോക്കിക്കേ, ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ, ഏതൊക്കെ അനർത്ഥമാ? മക്കൾ തകർന്നുപോയി, അരാമ്യർ വന്ന് അവന്റെ ആടുമാടുകളെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോയി, അവന്റെ ശരീരം മുഴുവൻ ദേഹമാംസകരം പരുക്കളാൽ ബാധിക്കപ്പെട്ടു. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി എല്ലാം അവൻ തകരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ സമയത്ത്, ഹല്ലേലൂയ, ഈ ഭവിച്ചത് കേട്ടപ്പോൾ അവൻ ഓരോരുത്തൻ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതിപ്പാനും അവനെ ആശ്വസിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. നോക്കണേ, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിന് സ്നേഹിതന്മാരുണ്ടായിരുന്നു. ആ സ്നേഹിതന്മാർ അവന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച അനർത്ഥം കേട്ടപ്പോൾ അവര് തമ്മിൽ പറഞ്ഞൊത്തു, നമുക്ക് എന്ത് ചെയ്യണം? അവനെ ഒന്ന് ആശ്വസിപ്പിക്കണം, അവനെ ഒന്ന് സഹതപിക്കണം, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? പോകണമെന്ന്. ഉദ്ദേശമൊക്കെ നല്ലതായിരുന്നു. പക്ഷേ അവര് വന്ന് അവനെ വേദനിപ്പിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെ കുത്തി നോവിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. നോക്കുക, ഇയ്യോബിനെ വാദിച്ച് മിണ്ടാതാക്കാൻ നോക്കിയ 3 സ്നേഹിതന്മാർ അവനോട് വാദിക്കുന്നത് എന്ത് ചെയ്തു? മതിയാക്കി. കാരണം ഇയ്യോബ് നീതിമാനായി, ഹല്ലേലൂയ, ജീവിക്കുകയാണ്. ഒരു ദോഷവും വരാതെ കണ്ട്, ആമേൻ, അതെ, അവൻ നിൽക്കത്തക്ക വിധത്തിൽ അവൻ നീതിമാനാണെന്ന് അവന് തന്നെ തോന്നി. ആമേൻ, കൂട്ടത്തിലുള്ള സഹോദരന്മാർ എന്ത് ചെയ്തു? വാദിക്കുന്നത് ആമേൻ മതിയാക്കി എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ ഇയ്യോബ് പറയുകയാണ്, ആമേൻ, 3-ാം അധ്യായം, ഹല്ലേലൂയ, ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, എന്തിനാ ദൈവമേ ഞാനിങ്ങനെ ജനിച്ചത്? എന്റെ അമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ആമേൻ, എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം ലഭിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ അവന്റെ ആ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവനെ തന്നെ പഴിച്ച് ഒരുപാട് കാര്യങ്ങൾ
പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കഷ്ടതയുടെ ആ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ആമേൻ അതരം കൊണ്ട് പലതും പറയുവാൻ തക്കവണ്ണം പിശാച് നിന്നെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ, പ്രേരിപ്പിക്കും. എന്നാൽ ഇയ്യോബ് 32-ാം അധ്യായം 1-ാം വാക്യം, ആമേൻ, അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയത് കൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് എന്ത് ചെയ്തു? മതിയാക്കി. ഇയ്യോബ് എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാ, കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ ആമേൻ തന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചതല്ല. ഹല്ലേലൂയ. നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ആമേൻ. ദൈവം, ആമേൻ, ആ ദൈവത്തെ കുറിച്ച് കേട്ടുകേൾവിയുള്ളായിരുന്നു, ഇപ്പൊ ഞാൻ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ അനുദപിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നു. ഹല്ലേലൂയ. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയാ കാണുവാൻ കഴിയുന്നത്. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഹല്ലേലൂയ. നോക്കിക്കേ, ഇയ്യോബിനെ മിണ്ടാതാക്കാൻ, ഇയ്യോബിനെതിരെ വാദിച്ച സഹോദരന്മാർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ ഇയ്യോബിന് കഴിയും? ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. നിന്റെ കഷ്ടത കണ്ട് നിന്നോട് സഹതാപം കാണിക്കുവാൻ പറഞ്ഞൊത്തുവരുന്നവർ ഒരുപക്ഷെ നിന്റെ അടുത്ത് വന്ന് നിന്നെ തള്ളി ആ യോസേഫിനെ ഇട്ടതുപോലെ ഇടാൻ നോക്കിയേക്കാം. നിന്നെ ആമേൻ വ്രണത്തെ കുത്തി വേദനിപ്പിച്ചേക്കാം. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പലരും നിനക്കെതിരെ സംസാരിച്ചേക്കാം, പ്രവർത്തിച്ചേക്കാം. എന്നാൽ നിന്റെ മനോഭാവം ദൈവം ഒന്ന് ഇടപെട്ട് കഴിയുമ്പോൾ ഇയ്യോബിന് ഉണ്ടായ മാറ്റം പോലെ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്റെ കണ്ണാലെ ഞാൻ കണ്ടു. അതുകൊണ്ട് അവൻ അതേ വെണ്ണീരിലും ചാരത്തിലും, ഹല്ലേലൂയ, ആമേൻ, ഇരുന്ന്, ആമേൻ, പൊടിയിലും, ആമേൻ, ചാരത്തിലും കിടന്ന് അനുദപിക്കുവാനുള്ള ഒരു മനസ്സ് ഉള്ളവനായി ഇയ്യോബ് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പുണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവ പൈതൽ താഴ്മയുള്ളവനായി, വിനയമുള്ളവനായി പ്രാർത്ഥിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ആമേൻ, അതെ, നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാവരും, ആമേൻ, താഴ്മയുള്ളവരായി തീരും. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ അഹങ്കാരം അവനെ താഴ്ത്തും. എന്നാൽ എളിയ, ആമേൻ, അതേ, ആത്മാവുള്ള, ആമേൻ, ഒരു മനുഷ്യന് ബഹുമാനം ലഭിക്കും. ഹല്ലേലൂയ. ഞാനോ നിങ്ങളോട് പറയുന്നു, പരീക്ഷനേക്കാൾ ഈ മനുഷ്യൻ ന്യായമായും, ആമേൻ, അതെ, ദൈവത്താൽ, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ടവനായി വീട്ടിലോട്ട് പോകത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, അതെ, ദൈവത്താൽ, ആമേൻ, മാനിക്കപ്പെടുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, അതെ, താഴ്മയുള്ളവർക്ക് അധികം കൃപ കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നുവെന്നും, ആമേൻ, എളിയവർക്ക് അധികം കൃപ കൊടുക്കുന്നുവെന്നും. ഹല്ലേലൂയ. അതുകൊണ്ട് തക്ക സമയത്ത്, ആമേൻ, അതെ, ദൈവത്തിന്റെ ഉയർച്ച പ്രാപിക്കുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്വയം ഇരിക്കുവാൻ ആര് സമർപ്പിക്കപ്പെടും? മറിയ അതാണ്, ആമേൻ, ആ ദൂതന്റെ മുമ്പിൽ ചെയ്തത്. ഹല്ലേലൂയ. ആ ദൂതന്റെ മുമ്പിൽ ആ കേട്ട ദൂത്, ആമേൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെതായതുകൊണ്ട്, ആമേൻ, കർത്താവിന് എല്ലാം സാധ്യമാണ്, ഒരു കാര്യവും അസാധ്യമായിട്ടില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോവുകയാണ്. സ്വയം ഒന്ന്, ആമേൻ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാ. ഹല്ലേലൂയ. ആകയാൽ ഈ ശിശുവിനെ പോലെ
തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഹല്ലേലൂയ. ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഹല്ലേലൂയ, തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുമെന്ന്. ഹല്ലേലൂയ. ഇച്ചിരി മുതിർന്നു കഴിയുമ്പോഴാണ് സ്വഭാവം മാറുന്നത്. ഹല്ലേലൂയ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാ. ചെറുത് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, വലുത് 12ാം ക്ലാസ്സിലാണ്. ഹല്ലേലൂയ. ചെറുത് ആമേൻ അതെ എന്ത് പറഞ്ഞാലും ആമേൻ അതെ കേട്ടങ്ങ് പോകും. 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ അങ്ങനെയല്ല. ഹല്ലേലൂയ. അതെ കേൾക്കുന്നത് ആമേൻ അപ്പോഴേ ആമേൻ അത് കേട്ട് ചിന്തിച്ച് ആമേൻ പ്രവർത്തിക്കേണ്ട പ്രായമായി. ഹല്ലേലൂയ. മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട പക്വതയായി. ഹല്ലേലൂയ. എന്നാൽ കൊച്ചു കുഞ്ഞ് അങ്ങനെയല്ല. ആമേൻ അവളോട് പറയുമ്പോൾ അത് നല്ലതായാലും മോശമായാലും ആമേൻ അതിനെ ചിന്തിച്ച് ആമേൻ ശ്രദ്ധാപൂർവം പക്വതയോടെ പെരുമാറുവാനുള്ള പ്രായമാകാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആമേൻ അടിക്കുക, ആമേൻ അതെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ശിക്ഷിച്ചാൽ ഹല്ലേലൂയ ആ ശിക്ഷ ഏറ്റുവാങ്ങിയാലും അല്പം കഴിയുമ്പോൾ ആമേൻ വിളിക്കുമ്പോൾ ഓടി എന്ത് ചെയ്യും? വരും. പക്ഷെ മുതിർന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആമേൻ വഴക്ക് പറഞ്ഞാൽ അതിന്റെ വിഷമം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യും? മാറിയിരിക്കും, പ്രതികരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ആകയാൽ കൊച്ചു കുട്ടിയെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ സ്വയം താഴ്മ ഉള്ളവനായി ജീവിക്കുവാൻ ആര് തയ്യാറാകും? അവർ ആ ദൈവത്താൽ ഉയർത്തപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ ചൂള പോലെ കത്തുന്ന ആമേൻ ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളും കേയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വരും. വേരും കൊമ്പിൽ ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈനികരുടെ യഹോവ അരുളി ചെയ്യും. വീഴ്ചയ്ക്ക് ഹേതുവായി ഭവിക്കുവാൻ അഹങ്കരിക്കരുതേ. ഞാനെന്ന പാപം അതെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണമിടയാണ്. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളോ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്നും വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഹല്ലേലൂയ. ആമേൻ അതേ തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഒരു മനുഷ്യനെ കരം പിടിച്ചുയർത്തുവാൻ ശക്തനായ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ ഈ വചനം സന്ദേശം ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കണ്ണുകൾ അടച്ചാണ് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവത്താൽ ഉയർത്തപ്പെടും. രത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായ ദൂതന്മാർ വീണുപോകാൻ കാരണം അവരുടെ ഹൃദയത്തിലെ ചിന്തകളാണ്. ആമേൻ. നമ്മൾ ആമേൻ സ്വയം നീതീകരിക്കുന്നവരെ കുറിച്ച് അതേ പരീക്ഷന്റെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ കേട്ടു. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഉയർന്നു വരുവാൻ പത്രോസ്ലീഹ നമുക്ക് ആത്മാവിൽ നിറഞ്ഞ് ആമേൻ ആലോചന പറഞ്ഞു തന്നു. തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തി മാനിക്കേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പി. ദൈവം നികളികളോട് എതിർത്ത് നിൽക്കും. താഴ്മയുള്ളവർക്കോ അവൻ അധികം കരുണ കൊടുക്കും. നിന്നെ ചവിട്ടി മെതിക്കാൻ നോക്കുന്നവരുണ്ടാകും. നിന്നെ പിച്ച് ചീന്താൻ നോക്കുന്നവരുണ്ടാകും. നിന്നെ ഒരു വിധത്തിലും മുന്നോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്നവരുണ്ടാകും. അവിടെയെല്ലാം നിനക്കൊരു മാന്യത ദൈവം വെച്ചിട്ടുണ്ട്. യോസേഫിന്റെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവനെ ഓർക്കാമെന്ന് പറഞ്ഞ് പലരും ഓർക്കാതെ പോയപ്പോ, അവനെ മറന്നു കളഞ്ഞപ്പോ അവനെ ഓർത്ത് അവനൊരു മാന്യത കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, ദർശനമുണ്ടോ നിനക്ക്? ദർശനമുള്ള നിന്നെ, ഉന്നതമായ വിളി കേട്ട് ഇറങ്ങി തിരിച്ച നിന്നെ ആര് ചവിട്ടി താഴ്ത്താൻ നോക്കിയാൽ, ആര് വലിച്ചെറിഞ്ഞാൽ, ആര് പിന്നോട്ട് തള്ളിയാൽ നിന്നെ മാറ്റി നിർത്താതെ മാർബോട് ചേർത്ത് നിർത്തി മാനിക്കുവാൻ ശക്തനായവന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച നിന്നെ നിത്യതയോളം കൈപിടിച്ചുയർത്തുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന നിന്റെ മേൽ പകരുവാൻ ദൈവശക്തി കൊടുക്കണം. കരുണയുടെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി സ്തോത്രം. സ്വയം നീതീകരിക്കാൻ ദൈവസന്നിധി താഴ്മയുള്ളവരാൽ ദൈവം തക്ക സമയത്ത്
ഞങ്ങൾക്ക് ഒരു മാന്യത നൽകുമെന്നുള്ള വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവെ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, പഠിക്കുന്ന സ്ഥാപനത്തിൽ, പാർക്കുന്ന ഭവനത്തിൽ ആയിരിക്കുന്ന രാജ്യത്ത് പലരും തകർക്കുവാൻ അതേ വാദിച്ചുകൊണ്ട് അടുത്തു വരുമ്പോൾ, വെല്ലുവിളിയുമായി അടുത്തു വരുമ്പോൾ, ദൈവവചനത്തിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തി മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ വചനത്തിന്റെ കീഴിൽ, അവിടുത്തെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമേ, താഴ്മയോടെ ജീവിക്കുന്നവർക്ക് അധികം കൃപ കൊടുക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഉയർത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കടഭാരങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അതിനകത്തൊരു നീക്കുപോക്കുണ്ടായി ദൈവത്തിന് മഹത്വം കൊടുക്കുമാറും കർത്താവ് അവരെ ഉയർത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, സ്വദേശത്തായിരിക്കുന്നവർ, ശുശ്രൂഷ മേഖലയിലായിരിക്കുന്നവർ, വ്യത്യസ്ത നിലവാരങ്ങളിലായിരിക്കുന്നവർ, ഇന്ന് രാത്രി വചനം കേട്ടവർ, സ്വയം സമർപ്പിക്കപ്പെട്ടവർ, താഴ്മ ധരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ഉയർത്തപ്പെടുമല്ലോ. നിങ്ങളുടെ നാമത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ് 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ വീഡിയോ അവൈലബിൾ ആണ്. സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്യുക. ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.